നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാസികളുടെ പണി കളയാൻ ഇറങ്ങിത്തിരിച്ച് യുകെയിലെ കെയർ സ്റ്റാമർ സർക്കാർ. ലേബർ സർക്കാർ ലക്ഷ്യമിടുന്നത് പൂർണ്ണ സ്വദേശീവൽക്കരണമെന്ന് ആരോപണം. ബ്രിട്ടനിൽ സ്ഥിര താമസത്തിന് അർഹത ലഭിക്കുന്ന ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ലഭിക്കുന്നതിന് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നതിനും യോഗ്യതയ്ക്കുള്ള കാലയളവ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ മലയാളിയടക്കം പ്രതിഷേധം ശക്തമാക്കി. കെയർ സ്റ്റാമർ സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ യുകെയിൽ ഉടനീളം സർക്കാർ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. ജോലി സമയം കുറയ്ക്കണമെന്നും ശമ്പളം വർദ്ധിപ്പിക്കണമെന്നുമുള്ള ഉദ്യോഗസ്ഥരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്ന ആവശ്യം. നോർത്തേൺ അയർലൻഡിൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധി ക്രമക്കേടുകൾ അന്വേഷണം ആരംഭിച്ച് പോലീസ്. യുകെയിലെ കോൺഗ്രസ് അനുകൂല സംഘടനകളായ OICC, IOC എന്നീ സംഘടനകൾ ലയിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനം. ലയനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഓൺലൈൻ മീറ്റിംഗ് ഈ മാസം 24 ശനിയാഴ്ച യുകെയിൽ. യൂറോപ്പിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഷെങ്കൻ വിസ അപേക്ഷകൾ ഈ വർഷം 29% വർധനവ് എന്ന് റിപ്പോർട്ട്. തിരക്കേറെയും സമ്മർ ടു പാക്കേജുകൾക്ക്. അമേരിക്കയിൽ സന്ദർശനത്തിനെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമോഫോസയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചതായി ആരോപണമുയരുന്നു. US-ൽ ജൂത മ്യൂസിയത്തിന് പുറത്തുണ്ടായ വെടിവയ്പിൽ 2 ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ചിക്കാഗോ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാലിസ്ബറിയിൽ സാലിസ്ബറി മലയാളി അസോസിയേഷൻ SMA സംഘടിപ്പിക്കുന്ന സീന മെമ്മോറിയൽ എവർറോളിംഗ് ട്രോഫിക്കായുള്ള 5ാമത് T10 ക്രിക്കറ്റ് ടൂർണമെന്റ് ഈ മാസം 25-ന്. യുകെയിലെ കരുത്തരായ 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസായി £1000 സീന മെമ്മോറിയൽ എവർറോളിംഗ് ട്രോഫിയും സമ്മാനം. വാർത്തകൾ വിശദമായി. പ്രവാസികളുടെ പണി കളയാൻ ഇറങ്ങിത്തിരിച്ച് യുകെയിലെ കെയർ സ്റ്റാമർ സർക്കാർ. ലേബർ സർക്കാർ ലക്ഷ്യമിടുന്നത് പൂർണ്ണ സ്വദേശീവൽക്കരണം എന്നാണ് ഉയരുന്ന ആരോപണം. ബ്രിട്ടനിൽ സ്ഥിര താമസത്തിന് അർഹത ലഭിക്കുന്ന ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ILR ലഭിക്കുന്നതിനും ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നതിനും യോഗ്യത നേടാനുള്ള കാലയളവ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ മലയാളിയടക്കം പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഈ വിഷയം കഴിഞ്ഞ ദിവസം പ്രഭുസഭയിലും MPമാർ ഉന്നയിച്ചു. ഇക്കഴിഞ്ഞ മെയ് 12-ന് ഇറക്കിയ ധവളപത്രത്തിലാണ് യോഗ്യതാ കാലാവധി നീട്ടുന്ന കാര്യം സർക്കാർ അറിയിച്ചത്. നേരത്തെ 5 വർഷം ബ്രിട്ടനിൽ താമസിച്ചാൽ ILR-നോ ബ്രിട്ടീഷ് പൗരത്വത്തിനോ അപേക്ഷിക്കാമായിരുന്നു. അത് ഇപ്പോൾ 10 വർഷമാക്കുകയാണ് സർക്കാർ. ഷെഫീൽഡ് ഹല്ലാമിൽ നിന്നുള്ള ലേബർ MPയായ ഒലിവിയ ബ്ലാക്ക്, വിൻചെസ്റ്ററിൽ നിന്നുള്ള ലിബറൽ ഡെമോക്രാറ്റിക് MP ഡോക്ടർ ഡാനി ചേംബേഴ്സ് എന്നിവരാണ് ഇക്കാര്യം പ്രഭുസഭയിൽ ഉന്നയിച്ചത്. ILR-നുള്ള കാലാവധി നീട്ടിയത് പുതിയ വിസ ഉള്ളവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ. നിലവിൽ ബ്രിട്ടനിലുള്ളവരെയും ഇത് ബാധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഹോം ഓഫീസ് പാർലമെന്റിന്റെ അണ്ടർ സെക്രട്ടറി സീമ മൽഹോത്ര പറഞ്ഞത് ഈ വർഷം അവസാനം കൺസൾട്ടിംഗ് നടത്തുന്നതിന് ശേഷം വിശദമായ ഉത്തരം നൽകാമെന്നായിരുന്നു. ഹോം സെക്രട്ടറി ഇവറ്റ് കൂപ്പറും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. കെയർ സ്റ്റാമർ സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ യുകെയിൽ ഉടനീളം പ്രതിഷേധം ഉയർന്നു തുടങ്ങി. ജോലി സമയം കുറയ്ക്കണമെന്നും ശമ്പളം വർദ്ധിപ്പിക്കണമെന്നുമുള്ള ഉദ്യോഗസ്ഥരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്നാണ് ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിഫോം UK നേടിയ വൻ വിജയവും തുടർന്നുള്ള അഭിപ്രായ സർവേകളിലെല്ലാം അവർ നടത്തുന്ന വൻ കുതിപ്പും ലേബർ സർക്കാരിനെ അവരുടെ പല നയങ്ങളിൽ നിന്നും പുറകോട്ട് തള്ളുകയാണ്. ജീവനക്കാരുടെ മിനിമം വേതനം മണിക്കൂറിൽ £18 ആക്കണമെന്നാണ് ആവശ്യം. പ്രതിവർഷം £5000 ലണ്ടൻ വെയിറ്റിംഗ് ആയി വേണമെന്നും ചുരുങ്ങിയത് 10% ശമ്പള വർധനവ് വേണമെന്നും വൈറ്റ് ഹോൾ ജീവനക്കാർ പ്രതിദാനം ചെയ്യുന്ന PCS യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ലേബർ സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങാനാണ് യൂണിയൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. നോർത്തേൺ അയർലൻഡിൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധി ക്രമക്കേടുകളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടെസ്റ്റിൽ പങ്കെടുക്കാതെ തന്നെ ചിലർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു എന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി നോർത്തേൺ അയർലൻഡ് പോലീസ് സ്ഥിരീകരിച്ചു. DVA ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അന്വേഷണം നടത്തുകയാണെന്നും കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാവില്ലെന്നും നോർത്തേൺ അയർലൻഡ് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ലൈസൻസ് ക്രമക്കേട് നോർത്തേൺ അയർലൻഡ് അസംബ്ലിയിൽ ഉന്നയിച്ചിരുന്നു. യുകെയിലെ കോൺഗ്രസ് അനുകൂല സംഘടനകളായ OICC, IOC എന്നീ സംഘടനകൾ ലയിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനം. ഇതു സംബന്ധിച്ച നിർദ്ദേശം ഉൾക്കൊള്ളിച്ച സർക്കുലർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പുറത്തിറക്കിയിരുന്നു. ഇരു സംഘടനകളുടെയും ലയനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഓൺലൈൻ മീറ്റിംഗ് ഈ മാസം 24 ശനിയാഴ്ച യുകെയിൽ നടക്കും. OIC-യുടെ ആദരണീയനായ ചെയർമാൻ സാം പിത്രോദായ് ഇരു സംഘടനകളും ലയനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും.
ഓൺലൈൻ മീറ്റിംഗിൽ സൂം പ്ലാറ്റ്ഫോം മുഖേനയും പ്രവർത്തകർ പങ്കെടുക്കും. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അമേരിക്കയിൽ സന്ദർശനത്തിനെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചതായി ആരോപണമുയരുന്നു. കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിലെത്തിയ റാമഫോസയ്ക്ക് ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചുകൊടുത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരെ വംശഹത്യ നടത്തിയതായും ട്രംപ് ആരോപിക്കുകയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് രൂക്ഷമായി വിമർശിച്ചത് വിവാദമായിരുന്നു. ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായിട്ടായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ സന്ദർശിക്കാനെത്തിയത്. നേരത്തെ ദക്ഷിണാഫ്രിക്കയുള്ള സാമ്പത്തിക സഹായം ട്രംപ് നിർത്തലാക്കിയിരുന്നു. മാത്രമല്ല, ദക്ഷിണാഫ്രിക്കൻ അംബാസഡറെ പുറത്താക്കുകയും ദക്ഷിണാഫ്രിക്കയിൽ ന്യൂനപക്ഷമായ വെള്ളക്കാർക്ക് അഭയം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർ വംശീയ വിവേചനത്തിന് ഭാഗമായി ആക്രമിക്കപ്പെടുകയാണെന്നും ട്രംപ് റാമഫോസയോട് പറഞ്ഞു. വെള്ളക്കാരായ കർഷകരെ കൊല്ലാൻ ആഹ്വാനം നൽകിയവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും ട്രംപ് ചോദിച്ചു. എന്നാൽ തന്റെ രാജ്യത്തെ അക്രമങ്ങൾ എല്ലാ വംശജരെയും പ്രതികൂലമായി ബാധിക്കുകയാണെന്നും റാമഫോസ പറഞ്ഞു. യുഎസിൽ ജൂത മ്യൂസിയത്തിന് പുറത്തുണ്ടായ വെടിവെപ്പിൽ 2 ഇസ്രയേലി എംബസി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. യുഎസ് തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസിയിലെ ജൂത മ്യൂസിയത്തിന് പുറത്തുവച്ചായിരുന്നു ആക്രമണം. യുഎസിലെ സമയം ബുധനാഴ്ച രാത്രി 9:05 FBI വാഷിംഗ്ടൺ ഫീൽഡ് ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വെടിവെപ്പുണ്ടായത്. സംഭവത്തിൽ ചിക്കാഗോ സ്വദേശി റോഡ്രിഗസ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ജൂത മ്യൂസിയത്തിനടുത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്വതന്ത്ര പലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു അക്രമി വെടിവെപ്പ് നടത്തിയതെന്നും പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് BCC റിപ്പോർട്ട് ചെയ്യുന്നു. ഇരകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വിവാഹിതരാകാൻ തീരുമാനിച്ച 2 പങ്കാളികളാണ് കൊല്ലപ്പെട്ടതെന്നും യുഎസിലെ ഇസ്രയേൽ അംബാസഡർ എച്ചിൽ ലീറ്റർ അറിയിച്ചു. യൂറോപ്പിലേക്കുള്ള സമ്മർ ടൂർ പാക്കേജുകൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഷെങ്കൻ വിസ അപേക്ഷകൾ ഈ വർഷം 29% വർധനവ് എന്ന് റിപ്പോർട്ട്. പാരീസ്, ആംസ്റ്റർഡാം, റോം, വിയറ്റ്നാം തുടങ്ങിയ പ്രശസ്ത യൂറോപ്യൻ നഗരങ്ങളിലാണ് ഇന്ത്യയിലെ സഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. മൊറോക്കോയും അൽബേനിയയും വരെ ഈ ലിസ്റ്റിൽ പെടും. മുമ്പ് ഇസ്താംബൂളിലേക്ക് നേരിട്ട് വിമാനം ലഭിക്കുമായിരുന്നതിനാൽ തുർക്കി കാണാനുള്ളവരുടെ എണ്ണം കൂടുതലായിരുന്നുവെങ്കിലും പഹൽഗാം ആക്രമണശേഷം തുർക്കി വിസ അപേക്ഷകൾ ഏറെക്കുറെ പൂർണ്ണമായും നിലച്ചിരിക്കുകയായിരുന്നു. സമ്മർ ഹോളിഡേ സീസണിൽ കുടുംബങ്ങളുടെയും യുവജനങ്ങളുടെയും ഗ്രൂപ്പ് ടൂറുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഷെങ്കൻ വിസ അപേക്ഷകളുടെ എണ്ണം കൂടിയതോടെ വിസ പ്രോസസ്സിംഗിൽ വൈകി പോകുവാനും സാധ്യതയുണ്ട്. അതിനാൽ യാത്രാ പദ്ധതികൾക്കായി മുൻകൂട്ടി അപേക്ഷ നൽകാൻ ട്രാവൽ ഏജൻസികളും വിദഗ്ധരും ഉപദേശിക്കുന്നു. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 115.04 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.67 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 97.15 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ. ഇനി സ്പോർട്സ്. സാലിസ്ബറിയിൽ സാലിസ്ബറി മലയാളി അസോസിയേഷൻ SMA സംഘടിപ്പിക്കുന്ന സീന മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്കായുള്ള 5ാമത് T10 ക്രിക്കറ്റ് ടൂർണമെന്റ് ഈ മാസം 25-ന് നടക്കും. റോംസിയിലെ ഹൺ ഫാം പ്ലേയിങ് ഫീൽഡിൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ടൂർണമെന്റ് യുഗ്മ ദേശീയ സെക്രട്ടറി ജയകുമാർ നായർ ഉദ്ഘാടനം നിർവഹിക്കും. മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഹൺസ് ഫാം പ്ലേയിങ് ഫീൽഡിലെ മത്സരങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. UKയിലെ കരുത്തരായ 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിലെ വിജയികൾക്ക് ക്യാഷ് പ്രൈസായി 1000 പൗണ്ടും സീന മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയുമാണ് സമ്മാനമായി ലഭിക്കുക. 2ാം സ്ഥാനക്കാർക്ക് 500 പൗണ്ട് ക്യാഷ് പ്രൈസായും ട്രോഫിയുമാണ് സമ്മാനമായി ലഭിക്കുക. UKയിലെ കരുത്തരായ 8 ടീമുകളാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി മത്സര രംഗത്തുള്ളത്. KCC പോർട്സ്മൗത്ത്, റോയൽ ഡെവോൺ CC, ബ്രോമർ ദ്രവിഡിയൻ CC, സാലിസ്ബറി കൗണ്ടഡി ബ്ലൂസ്, സിങ്സ് ഡോൺ, ഗുള്ളി ഓക്സ്ഫോർഡ് തുടങ്ങിയ ടീമുകളാണ് മത്സരിക്കുക. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്ത് മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ. മുംബൈ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിക്ക് 18.2 ഓവറിൽ 121 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 59 റൺസിനാണ് മുംബൈയുടെ വിജയം. 39 റൺസ് നേടിയ സമീർ റിൻസിയാണ് ഡൽഹിയുടെ ടോപ്പ് സ്കോർ. ഇതോടെ ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി. ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾക്ക് ശേഷം പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന 4ാമത്തെ ടീമായി മുംബൈ മാറുകയും ചെയ്തു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.